ഗൈസ് ഇത് കണ്ടിട്ട് രാവിലെ തെങ്ങിന് മസാജ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഇതിന് പിന്നിൽ ചെറിയൊരു കഥയുണ്ട്. രാവിലെ തന്നെ ഫ്രോഗ് കാസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് അതിനെ റിട്രീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ അത്യാവശ്യം സൈസുള്ള ഒരു നാടൻ വരാൽ ഫ്രോഗിന്റെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൂരെ നിന്നും ഫ്രോഗിന്റെ പിറകെ വന്ന വരാൽ നമ്മുടെ തൊട്ട് മുന്നേ തന്നെ വന്ന് നിപ്പുണ്ട് കേട്ടോ. ഇവന്റെ പരിസരത്തൂടെ ഫ്രോഗ് ഇട്ട് ഓടിക്കുമ്പോൾ ഇപ്പൊ കടിക്കും എന്നുള്ള മട്ടിൽ ഷോ കാണിക്കുന്നുണ്ടെങ്കിലും ഇവൻ അങ്ങോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നില്ല. ഇനി വലിയ ഫ്രോഗ് ആയതുകൊണ്ടാവാം എന്ന് കരുതി നമ്മൾ ഈ ഫ്രോഗ് മാറ്റി ബ്രാവോയുടെ മൗസ് ഉപയോഗിച്ച് ഒന്ന് ട്രൈ ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മളെ കൂടി കാണുന്നത് കൊണ്ടുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല, മൗസ് റിട്രീവ് ചെയ്ത് ഇവന്റെ അടുത്തെത്തിയപ്പോ ഇവൻ ഓടിപ്പോയി അതിന്റെ സ്പിന്നറിലാണ് ഒരു കടി കടിച്ചിരിക്കുന്നത്. ഇതൊരുമാതിരി നമ്മളെ കളിയാക്കുന്ന പരിപാടിയാണ് കേട്ടോ. എന്തായാലും ആളെ വടിയാക്കുന്ന ഇവന്റെ ഈ ഒരു പരിപാടി നമുക്ക് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. നമ്മൾ പ്ലാൻ ബി എടുത്തിരിക്കുകയാണ്. തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടത്തിലിറങ്ങി ഒരു പൊന്തക്കാട്ടിന്റെ മറവിലിരുന്ന് ഇവന്റെ ബേക്കിലായി ഫ്രോഗ് അടിച്ചിട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ അവൻ പെട്ടുപോയി കേട്ടോ. സ്ഥിരമായി അല്ലാത്ത വേറെ ദിശയിൽ കൂടെ പോകുന്ന ഫ്രോഗിനെ കണ്ടിട്ട് ആശാൻ എന്തോ വലുതാണെന്ന് കരുതി ചാടി ഒരു ഒറ്റ പിടി. ആ പിടിച്ച പിടുത്തത്തിൽ തന്നെ ഒട്ടും വിട്ടുകൊടുക്കാതെ നമ്മൾ അവനെ വലിച്ചു കയറ്റി കരയിലിട്ടിട്ടുണ്ട്. ഷോ കാണിച്ച ഇവനെ അല്ല ഇവന്റെ അപ്പൂപ്പനെ വരെ നമ്മൾ തൂക്കിയിരിക്കും. കൈ തുടയ്ക്കാനുള്ള തുണി എടുക്കാൻ മറന്നുപോയത് കൊണ്ട് തന്നെ ഇവന്റെ പുറത്തു നിന്ന് പറ്റിയ ഈ ഒരു വിഴുക്കാണ് നമ്മൾ ഈ തെങ്ങിൽ തേച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മൗസ് പണി പറ്റിച്ചിട്ടുണ്ട് കേട്ടോ.